ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 26-ാമത്തെ സങ്കീർത്തനമല്ലേ. 12 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. നിഷ്കളങ്കതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ നിഷ്കളങ്കത ദൈവത്തിന് മുൻപിൽ ഏറ്റുപറയുന്നു. നിഷ്കളങ്കതയിൽ ജീവിക്കുന്ന ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന അവൻ്റെ നിഷ്കളങ്ക ഭാവം എടുത്തു കാണിക്കുകയും സത്യസന്ധതയിൽ വ്യാപരിക്കുന്നവന് ദൈവ അനുഗ്രഹം ലഭിക്കുന്നതിനെക്കുറിച്ചുമാണ് ഈ സങ്കീർത്തനം എടുത്തു കാണിക്കുന്നത്. കഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന സങ്കീർത്തകൻ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് അഭ്യർത്ഥിക്കുന്നത്. അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും വർജിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിനും സത്യത്തിലും വ്യാപരിക്കുമെന്ന തീരുമാനമാണ് ഇവിടെ സങ്കീർത്തകൻ പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഉടമ്പടിയുടെ ദൈവം നിരന്തരം മനുഷ്യനിൽ നിന്ന് ഉടമ്പടി പാലിക്കാൻ ആഗ്രഹിക്കുന്നു, അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സംഭവിക്കുന്നത്, പാപികളും രക്തദാഹികളും കുതന്ത്രങ്ങൾ ചെയ്യുന്നവരും ദൈവത്തിൻ്റെ ഉടമ്പടിയെ തള്ളിക്കളയുക ചെയ്യുന്നത്. അങ്ങനെ തള്ളിക്കളയുമ്പോൾ ദൈവം അവരിൽ നിന്ന് അകന്നു പോകുന്നു. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എല്ലാ തിന്മകളും വർജിക്കുവാനും നിരന്തരം നീതിയിൽ നടക്കാനും അങ്ങയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ നിർമ്മലതയിൽ വ്യാപരിക്കുവാൻ എന്നെ ശക്തനാക്കണമേ എന്നിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ ഒരു വലിയൊരു നിർമ്മലതയിൽ ജീവിക്കുവാൻ നമുക്കിന്ന് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ.